ഒരു യാത്രയിൽ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ ഒരു നഴ്സറി കാണാനിടയായത് കേട്ടോ. നഴ്സറി കണ്ടപ്പോൾ തന്നെ അതിലുള്ള പൂക്കളും അതിലുള്ള നിറങ്ങളൊക്കെ കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ അവിടെ നിർത്തി. അപ്പോൾ എനിക്കാണെങ്കിൽ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കാണുന്ന പൂക്കളും കാഴ്ചകളും നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. ഈ കടലാസ് പൂവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കടലാസ് പൂക്കൾ എത്ര കാലം നിന്നാലും വാടാതെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലാസ് പൂക്കൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് തരം പൂക്കളാണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചെറിയ ചെടികൾ മുതൽ വലിയ വലിയ ചെടികൾ വരെ അവിടെ എല്ലാ തരം ചെടികളുണ്ട്. പല നിറത്തിൽ പല ഭംഗിയിലുള്ള പൂക്കളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയമാവും ഏത് ചെടിയാണ് എടുക്കേണ്ടത്, ഏതാണ് ഇതിൽ കൂടുതൽ ഭംഗി എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി ആസ്വദിക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്നെപ്പോലെ പൂക്കൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ എത്ര ഭംഗിയിലാണ് ഓരോ പൂക്കളും അവിടെ ഒരുങ്ങിയിരിക്കുന്നത് അല്ലേ. പിന്നെ മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികളുടെ മുകളിലും നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. നമ്മുടെ വീട്ടിലും നമ്മൾ നട്ടു വളർത്തുമ്പോൾ ഇത്ര അധികം പൂക്കൾ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. കാരണം നമ്മുടെ പരിചരണം ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. അവിടെ കൃത്യമായിട്ട് പരിചരിക്കാൻ അവർക്ക് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പരിചരണത്തിൻ്റെ ഒരു ഗുണം കൊണ്ടായിരിക്കാം ഇത്ര ഭംഗിയിൽ നല്ല രസത്തിൽ അവിടെ പൂക്കൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കടലാസ് പൂക്കളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഈ ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൂക്കളൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റാണത്, ഇലച്ചെടിയാണ്. അതൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഇടാൻ പറ്റിയ രീതിയിൽ നമുക്ക് പുറത്ത് നടാൻ പറ്റുന്ന ഒരു ചെടിയാണത്. പിന്നെ ഇത് നോക്കി ശരിക്കും ബട്ടർഫ്ലൈസ് ഇരിക്കുന്ന പോലെയാണ് ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് തോന്നി. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ പൂവാണെന്ന് പോലും തോന്നുന്നത്. അത്ര ഭംഗിയിൽ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക പൂമ്പാറ്റി ഇരിക്കുന്ന പോലെയാണ് അതുണ്ടായിരുന്നത്. പിന്നെ പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബൊഗൈൻവില്ല ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കയറിയപ്പോൾ മുതലേ ഈ ബൊഗൈൻവില്ലയിലാണ് എൻ്റെ കണ്ണുടക്കി കിടന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലാസ് പൂക്കൾ. അപ്പം ഞാൻ ആ ഒരു കടലാസ് പൂവിൻ്റെ ഭംഗി തന്നെ ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നു. പിന്നെ ഇലച്ചെടികളാണെങ്കിലും പല നിറത്തിലുള്ള ചെടികളുണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് ഒരുപോലെ ഇങ്ങനെ ഇലച്ചെടികൾ വെക്കുമ്പോൾ പല വീടുകളുടെയും മുറ്റം കാണാനായിട്ട് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നാറുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കി നോക്ക് ഈ ചെടികളുടെയൊക്കെ ഒരു ഭംഗി. പിന്നെ റോസാപ്പൂക്കളാണെങ്കിൽ നല്ല കൊലയായിട്ടാണ് ഉണ്ടായി നിൽക്കണം കേട്ടോ. ഒരു ചെടിയുടെ മുകളിൽ 4-5 മുട്ടുകളൊക്കെ ഇങ്ങനെ കൊലയായിട്ട് ഉണ്ടായി നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടി നോക്കിയേ, ഇലകളൊന്നും ഇല്ലാതെ വീതി കുറഞ്ഞ നീളം തണ്ടായിട്ടുള്ള ഈ ചെടി ഒരു പ്രത്യേകത നമുക്ക് കാണുമ്പോൾ തോന്നും കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും അതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണിലൊക്കെ നല്ലൊരു കാഴ്ചയുടെ ഒരു അനുഭവം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ വലിയ ചെടികൾ മാത്രമല്ലല്ലോ, ചെറിയ ചെടികളാണെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടൂട്ടാ. പിന്നെ നിങ്ങൾ വീട്ടുമുറ്റത്തൊക്കെ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഞാൻ വലിയൊരു ഗാർഡനറൊന്നുമല്ല. എന്നാൽ പോലും എൻ്റെ ഒഴിവ് സമയങ്ങൾ എനിക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഞാൻ ആ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അതിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമല്ലേ. നമ്മുടെ കൈ കൊണ്ട് നട്ടിട്ടുള്ള ഒരു ചെടിയിൽ നല്ലൊരു പൂവുണ്ടായി നിൽക്കണ കാണുന്നതാണ് ഞാൻ പറയും ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച അതാണെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തന്നെ നട്ടു വളർത്തുന്ന ചെടിയിലുണ്ടാവുന്ന പൂക്കൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. ഈ ചെടി നോക്കി എൻ്റെ വീട്ടിലുള്ള ചെടിയാണ്, പക്ഷെ അവരത് വെട്ടി നിർത്തിയിരിക്കുന്നത് ശരിക്കും ഒരു കൊട പോലെ നല്ല ഭംഗിയിൽ അതിനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഈ വയലറ്റ് നീല നിറത്തിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. അതും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പൂക്കളും ഇഷ്ടപ്പെട്ടു. എല്ലാ പൂക്കളും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളാണ് സെലക്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കുഞ്ഞു പൂക്കൾ കണ്ടോ, ഇതൊരു തരം ജമന്തിയാണ് കേട്ടോ. അതിൻ്റെ ഒരു കളറ് നോക്കി എന്തൊരു ഭംഗിയല്ലേ. ശരിക്കും പറഞ്ഞാൽ അതൊരു റോസാപ്പൂവാന്നാണ് ഞാൻ അകലെ നിന്ന് കണ്ടപ്പോൾ തോന്നിയത്. അടുത്ത് ചെന്നപ്പോഴാണ് അതിൻ്റെ ഒരു ജമന്തിയാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ പെൻസിൽ കട്ടർ പോലെയുള്ള ചെറുകിട ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെടികളൊക്കെ പൂവുണ്ടായി നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് നിറങ്ങളുണ്ട്. അതിൽ നമുക്ക് പലർക്കും പല ഇഷ്ടപ്പെട്ട നിറങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമനുസരിച്ചിട്ടൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ അതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഈ പൂവൊന്നും എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകണില്ല കേട്ടോ, അത്ര ഭംഗിയുണ്ട് അതിനൊക്കെ. ഇത് നോക്കി ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന പോലെ അത്ര ഭംഗിയിലാണ്, ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് ഈ ഒരു ചെടിയുടെ ഭംഗി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള വീടുകളുടെ വഴികളിലൊക്കെ നമ്മൾ കാണുന്ന ചെടികളുണ്ട് അവിടെ.
അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും നമ്മൾ നടുന്നതിൻ്റെയും അതിൻ്റെ പരിചരണവും പിന്നെ അതിനെ ഭംഗിയായിട്ട് വെട്ടി നിർത്തുന്നതൊക്കെയാണ് കൂടുതൽ ഗാർഡനിൽ ഭംഗി നൽകുന്നത്. പിന്നെ ചെടിത്തൈകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പച്ചമുളക്, വഴുതനക്കായ, വെണ്ടക്കായൊക്കെ വെച്ച് എനിക്ക് അതിലൊക്കെ കായ്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇറക്കിയിട്ട് പൊട്ടിച്ചിട്ട് പച്ചമുളക് പൊട്ടിച്ച് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷം കിട്ടും. നമ്മൾ എത്രയായാലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്ന പച്ചമുളകിലെ പലതരം സാധനങ്ങൾ വിഷാംശം കലർന്നിട്ടുണ്ട് എന്നുള്ളൊരു പേടിയൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നല്ല ഭംഗിയിലുള്ള അടുക്കളത്തോട്ടവും പൂന്തോട്ടവും ഒക്കെ നമുക്ക് ഒരുക്കാനായിട്ട് കഴിയും. കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ, കൂടുതൽ നന്നായി ചെടി പരിപാലിക്കാൻ നിങ്ങളെ ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.